ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വിജയ് യൂട്യൂബ് ചാനലിൻ്റെ പഴമയുടെ പെരുമ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഒരു റെസിപ്പി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, കാട്ടുചേനയുടെ തണ്ട്. അത് കേൾക്കുമ്പോഴേ ചെവി ചൊറിയുമെന്നറിയാം. കാരണം കാട്ടുചേന എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലാണല്ലോ. പക്ഷെ നമ്മൾ അതിൻ്റെ തണ്ടാണ് എടുക്കുന്നത്. ആ തണ്ടിനെ സംസ്കരിച്ചെടുത്താൽ ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ തണ്ടങ്ങ് എടുക്കാം. അതിന് ശേഷം ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം. എടുക്കാം. ഇത് കണ്ടോ, ഇതാണ് കാട്ടുചേനയുടെ നമ്പർ 1 ചേന. പല രീതിയിലുള്ള ചേന. അതൊരു ചേനയുണ്ട്, ആ പുള്ളിയുള്ള ചേന. അതായത് ഈ മണ്ടലിപ്പാമ്പിൻ്റെ ഒക്കെ പുറത്തെ പുള്ളി പോലെ, ചേനത്തണ്ടെന്ന് പറയുന്നത് ആ പാമ്പിൻ്റെ പുറത്തെ പുള്ളി പോലത്തെ. പക്ഷെ അതല്ല നമുക്കെടുക്കുന്ന യഥാർത്ഥ ചേന ഇതാണ് കാട്ടുചേന. ഇതിൻ്റെ പുറത്തൊരു മുള്ളുണ്ട്, ചെറിയ മുള്ളു പോലെ. ഇതാണ് നമുക്ക് ഇപ്പോൾ എടുക്കേണ്ടത്. ഇതാണ് ഇതിങ്ങനെ ഈ ഇല മൂക്കുന്നതിന് മുമ്പ് ആണ് എടുക്കേണ്ടത്. നമുക്കിത് എന്ത് ചെയ്യുന്നറിയോ, വളരെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് എടുക്കാൻ. ഇത് സംസ്കരിച്ചെടുക്കുന്നതിന് വരെ വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാകും. നമുക്കൊന്ന് മുറിച്ചെടുക്കണം. തണ്ട് മുറിച്ചെടുത്തു. ഇതിൻ്റെ ഇലയൊന്ന് കളയാം. നമുക്ക് ഇല കളഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം ശരീരത്തിൽ പറ്റാതെ വേണം നമ്മൾ എടുക്കാൻ. എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് സംസ്കരിച്ചെടുത്തിട്ട് കറിയാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ എന്നെ കൂടെ വന്നോളൂ. സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ കാട്ടുചേനയുടെ തണ്ട് കൊള്ളുന്നുണ്ട്. ഇനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കുന്നു. അതിങ്ങനെ ചെറുതാക്കുന്നു. ചോട്ടിൽ 2 കഷ്ണം എടുത്താൽ മതി. അതിലുള്ള 1 കഷ്ണം കൂടി എടുക്കാം. 3 കഷ്ണം മതി. കൂടുതൽ വേണ്ട. 3 കഷ്ണം. ഇനി ഇതിൻ്റെ ഈ തൊണ്ടല്ലോ, പുറത്തൊലി മാറ്റിക്കളയണം. ഇങ്ങനെ പൊളിച്ചളയും. ശരിക്കും ആ തൊലിയെല്ലാം ഒന്ന് ചെത്തി കളഞ്ഞേക്കാം. അകത്തെ ഈ ചുവന്ന കളറുണ്ടല്ലോ, അത് വേണം. അതുപോലെ ഒന്ന് ചെത്തിക്കളയാം. ഇത് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യാവൂ. ആദ്യം അത് ചൊറിയും. ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഒന്ന് കണ്ടിരിക്കാം. അപ്പോൾ ഇത് ഞാനെല്ലാം തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ വളരെ ശ്രദ്ധിക്കണം, മുഖത്തെങ്ങും തെറിക്കാതെ ഞാനൊന്ന് കൊത്തിയിട്ട് ഇത് കട്ടിയിൽ അരിഞ്ഞെടുക്കാം. കട്ടി കുറച്ചാലും കുഴപ്പമില്ല. അതുപോലെ ബാക്കി പുളിയാണെങ്കിൽ അത് വലിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കണം. ഞാനിതാ കാട്ടുചേനയുടെ തണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സംസ്കരിച്ചെടുക്കണം. ഈ സംസ്കരിക്കാൻ വേണ്ടത് ഉപ്പ്, പിന്നെ പുളിയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഇനി നമുക്ക് ഉപ്പ്
കല്ലിട്ടാലും മതി, ഉപ്പ് നീരൊഴിച്ചാലും മതി, പെട്ടെന്ന് അയച്ചോളൂ. ഇനി വേണ്ടത് പുളിയാണ്. പുളി പൊടിച്ചാൽ മതി. ഇനി നമ്മളിത് ശരിക്കും ഇറക്കി വെക്കണം. പുളി ശരിക്കും തിരുമണം. ഇത്രയും ചെയ്യുന്നതിനും വരെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇത് ഈ വെള്ളമൊന്നും ശരീരത്തിൽ കിട്ടുന്നത് സംസ്കരിച്ച് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ കാട്ടുചേനയുടെ തണ്ടരിഞ്ഞ് സംസ്കരിക്കാൻ വേണ്ടി ഉപ്പും പുളിയും ഇട്ട് വെച്ചു. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. ശരിക്കങ്ങോട്ട് പിഴിയാം. അപ്പോൾ പിഴിഞ്ഞെടുത്തു. ഇതുണ്ടോ, ഇതാണ് ഈ ചൊറിച്ചിലുണ്ടാക്കുന്ന സാധനം. ഇതിനകത്ത് പുളിയുടെ കളറും കൊണ്ട് ചേർന്നിട്ടുണ്ട്, എന്നാലും ഇതാണ്. ഇനി ഇത് നമുക്ക് കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കഴുകണം. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കുക. ഒറ്റ പ്രാവശ്യം കഴുകിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതാ കഴുകി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്കരണം പൂർത്തിയായി. ഇപ്പോൾ കണ്ടില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ സംസ്കരിച്ച് കഴിഞ്ഞപ്പോൾ. ഇനി ഇതിന് വേണ്ടതുണ്ടല്ലോ, ഈ കാട്ടുചേനയുടെ തണ്ടുകൊണ്ട് കറി വെക്കാൻ വേണ്ടത് പരിപ്പാണ്. ഇതാ പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഈ പരിപ്പിനകത്ത് ഇടണം. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് പുളി, കുറച്ച് പുളി ചേർക്കുക. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഉപ്പ് ആവശ്യം ഇതിലുണ്ടാകും. പിന്നെ കറി വെക്കുമ്പോൾ പോരെങ്കിൽ കുറച്ച് ചേർക്കണ്ട, കുറച്ച് പുളി ചേർക്കില്ല. ഇനി ഇതിന് വേണ്ടത് തേങ്ങ, ജീരകം, മുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എന്നിവ കൂട്ടി അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അരപ്പ് ഇതിനകത്തേക്ക് നമുക്കിത് ഇറക്കി കൊടുക്കാം. കൊഴുത്ത് പോയി അവിടെ കുറച്ച് വെള്ളം ചേർക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാട്ടുചേന തണ്ടും പരിപ്പ് കൂടെ ഇട്ട് കറി റെഡിയാകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾ വന്നിട്ട് കൊടുക്കാം. ഇതിലൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ കാട്ടുചേനയുടെ തണ്ടും പരിപ്പും കൂടെയുള്ള അടിപൊളി ഒരു കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് കടുക് വറുത്തെടുക്കാം. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കാം. അപ്പോൾ എണ്ണ ചൂടായി. ഇനി നമുക്ക് ഈ കടുക് ഒന്ന് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് 2 കപ്പ് കറിവേപ്പില നനച്ചു കൊടുക്കാം.
ഇതാ പുള്ളി മൂത്ത് കഴിഞ്ഞു. ഈ കറി ഒന്ന് നമുക്ക് ഒഴിക്കാം. ഞാനിവിടെ തണ്ടും പരിപ്പും കൂടെ കൂട്ടിയുള്ള ഒന്നാമതൊരു കറി, ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റിംഗ് വെച്ചു. അതാണ് ടേസ്റ്റ് കേട്ടോ. ടേസ്റ്റിയാന്ന് മാത്രമല്ല അത് ഒന്നാമതൊരു ഗുണമുള്ളതാണ്. അതിൻ്റെ ഗുണം എന്താണെന്നറിയോ? പൈൽസ് രോഗികൾക്ക് ഏറ്റവും ബെസ്റ്റാണ് കാട്ടിയാനയുടെ തണ്ട്. അത് പ്രത്യേകിച്ച് കഴിക്കേണ്ടത് ഈ കർക്കിടക മാസത്തിലുമാണ്. അത് മാത്രമല്ല അൾസറിന് ഏറ്റവും ബെസ്റ്റാണ് ഈ കാട്ടിയാനയുടെ തണ്ട്. അതുകൊണ്ട് എല്ലാവരും വെച്ച് കഴിക്കാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.